കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നമഃ പാർവതീപതയേ. ഹര ഹര മഹാദേവ. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. ആഞ്ജനേയ സ്വാമിക്ക് വെറ്റിവേൽ മുരുകനുക്ക് സ്വാമിയേ ശരണമയ്യപ്പ. സ്വാമിയേ ശരണമയ്യപ്പ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാം ഭാഗവതത്തിലെ 12ാമത്തെ സ്കന്ധത്തിലെ ദ്വാദശസ്കന്ധസാരം എന്ന് വളരെ പ്രസിദ്ധമായ ആ അധ്യായം വായിക്കാൻ പോകുകയാണ്. നാം 10 മണി എന്ന് ഒരു സമയം നിശ്ചയിച്ചെങ്കിലും മിത്രാനന്തപുരത്തപ്പനും ശ്രീഗുരുവായൂരപ്പനും തമ്മിൽ പരസ്പരം ചേർന്ന് സമയത്തിലൊരു ചെറിയ വ്യത്യാസം വരുത്തി എന്ന് നമുക്ക് മനസ്സിലാക്കാം. നാം നിശ്ചയിക്കുന്നത് ഭഗവാൻ നിശ്ചയിക്കുന്നത്, അതിൽ ഭഗവാൻ നിശ്ചയിക്കുന്നതിനാണ് വിജയം എന്നുള്ളത് ആണ് ഇതിൻ്റെ ഒരു നിമിത്തം എന്ന് ഓർമ്മിപ്പിക്കട്ടെ. വളരെ പ്രസിദ്ധമായ മിത്രാനന്തപുരത്ത് ക്ഷേത്രം യാഗഭൂമിയാണ്. ത്രേതായുഗ കാലഘട്ടത്ത് സാക്ഷാൽ ശ്രീ രാമചന്ദ്രപ്രഭുവിന് യാഗത്തിന് വേണ്ട ദർഭപ്പുല്ല് കൊണ്ടുപോയ സ്ഥലം എന്നൊക്കെ ഈ സ്ഥലത്തിന് ഒരു പൗരാണികത തദ്ദേശീയരായിട്ടുള്ള ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന പഴമക്കാരായിട്ടുള്ളവർ പറയുന്നു. അതുപോലെ നന്ദി മഹർഷി തപസ് ചെയ്ത സ്ഥലം നന്ദിപുലം എന്നുള്ള പേരിലും അറിയപ്പെടുന്നു. ഇങ്ങനെ ചരിത്രം, പൗരാണികത ഇതൊക്കെ അന്വേഷിച്ചാൽ നമുക്ക് അവകാശപ്പെടാൻ പലതും ഉണ്ടായിരിക്കും. പക്ഷേ അതുകൊണ്ടായില്ലല്ലോ. ചരിത്രത്തിൽ നിന്നും പൗരാണികതയിൽ നിന്നും നന്മകളെ ഉൾക്കൊണ്ടും കൊണ്ട് അതിനനുസൃതമായ രീതിയിൽ നാം ഈ കാലഘട്ടത്തിൽ നന്മകളെ ഉൾക്കൊണ്ടും കൊണ്ട് അത് ജീവിതത്തിൽ പകർത്തി ജീവിക്കുക എന്നുള്ളതാണ് പ്രാധാന്യം. അപ്പം അത് മിത്രാനന്തപുരത്തപ്പൻ നൽകട്ടെ. ഒരു കാലഘട്ടത്ത് എത്രയോ
വേദജപങ്ങളും മുറജപങ്ങളും പോത്തൂട്ടുകളും ഒക്കെ നടന്ന ഒരു പുണ്യ സ്ഥലമാണ്. കാലക്രമേണ പലതും കുറഞ്ഞുപോയി. അതൊരു പക്ഷേ കർമ്മത്തിൻ്റെ ലോപം കൊണ്ടുണ്ടായതിരിക്കാം, സൽക്കർമ്മങ്ങളുടെ കുറവ് കൊണ്ടുണ്ടായ ലോപങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സർവവേദങ്ങളുടെയും സാരമായ ശ്രീമദ് ഭാഗവതത്തിൽ കൂടെ ആ ലോപങ്ങളെല്ലാം തീർത്ത് നമുക്ക് മുന്നോട്ട് മുന്നേറേണ്ടതുണ്ട്. അത് കാലത്തിൻ്റെ അനിവാര്യതയാണ്, ആവശ്യതയാണ്. പലതും കൊണ്ടും അവശത അനുഭവിക്കുന്ന ഇന്നത്തെ കാലത്തെ നമുക്കൊക്കെ ഭാഗവതം ഒരു പ്രതീക്ഷയാണ് എന്നുള്ളതല്ല, ഭാഗവതം എല്ലാമാണ് എന്ന് പറയട്ടെ. ഇന്നലെ അനുസ്മരിച്ചതുപോലെ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വന്നവരും ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും കൊണ്ട് ഇത് വീക്ഷിക്കുന്നവരുടെ മനസ്സ് മിത്രാനന്ദപുരത്തപ്പൻ്റെ മൈത്രി നിറഞ്ഞ ഈ പുണ്യക്ഷേത്രത്തിലെ സങ്കേതത്തിൽ എത്തിയിരിക്കുന്നു. ഇതിപ്പോൾ ആരോ എഴുതി കണ്ടു, മനസ്സ് അവിടെയാണ് കേട്ടോ എന്ന്. അതെ, തീർച്ചയായിട്ടും എത്രയോ പേരുടെ മനസ്സുകൾ ഒന്നു ചേരുകയാണ്. മനസ്സ് എന്ന് പറഞ്ഞാൽ എന്താ? വിചാരം. അപ്പം ലോകത്തിൽ എവിടെയൊക്കെയോ ഇരിക്കുന്നവരുടെ വിചാരങ്ങളെയൊക്കെ ഏകമാക്കി സംപ്രേക്ഷണം ചെയ്യുന്ന വസ്തു പുതിയ മാർഗങ്ങളിൽ കൂടെ എവിടെയോ ഇരിക്കുന്ന നമ്മളുടെ കയ്യിലേക്ക് എത്തുന്നത് പോലെ അല്ലേ? അതുപോലെയാണ് മനസ്സുകളെ മിത്രാനന്ദപുരത്തപ്പൻ ശ്രീമദ് ഭാഗവതത്തിൽ കൂടെ കോർത്ത് നമുക്ക് തന്നിരിക്കുന്നു. അതും വളരെ പ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി എന്നുള്ള പുണ്യദിനം. എത്രയോ വിശേഷണങ്ങളാണ് നമുക്ക് കാണാനുള്ളത്. ഈ ഹരിബോധിനി ഭഗവാൻ ലക്ഷ്മീദേവിയോടുകൂടി ഉണരുന്ന ഏകാദശിയാണ് ഈ ഏകാദശി, ഗുരുവായൂർ ഏകാദശി എന്ന്. അപ്പോൾ പ്രത്യേകിച്ചും മലയാളികളായ ഭാർഗവക്ഷേത്രത്തിലെ നമുക്കൊക്കെ ഗുരുവായൂരപ്പൻ്റെ ഏകാദശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അതിർവരമ്പുകളൊന്നുമില്ല. എല്ലാ ദേവന്മാരും എല്ലാ മനുഷ്യരും എല്ലാ ഈശ്വര സൃഷ്ടികളും ഒന്നാകുന്ന അവസ്ഥ. അങ്ങനെയാണല്ലോ ഒരിക്കൽ ഗുരുവായൂരിലെ വില്വങ്കലത്ത് സ്വാമിയാർക്ക് കാണിച്ചു കൊടുത്തത്. ഈ ഏകാദശി ദിവസം ധാരാളം ആളുകൾ വരണ കണ്ടപ്പോൾ കുറച്ച് പേർക്കൊക്കെ ശങ്ക വന്നു. എന്ത് ഇവിടെയൊക്കെ ഇതിപ്പോൾ അയിത്താവോ, ശുദ്ധക്കേട് വരുമോ എന്നൊക്കെ. അപ്പോൾ സ്വാമിയാരുടെ അടുത്ത് ആരോ ചോദിച്ചപ്പോൾ സ്വാമിയാർ പറഞ്ഞു, വിരോധമില്ലെങ്കിൽ എന്നെ ഒന്ന് തൊട്ടു നോക്കിക്കോളൂ എന്ന്. വിരോധമില്ലെങ്കിൽ തൊട്ടു നോക്കിക്കോളാൻ പറഞ്ഞപ്പോൾ ഒട്ടും വിരോധം കാണിക്കാതെ വില്വങ്കലത്തെ സ്വാമിയാരെ തൊട്ടു നോക്കിയപ്പോൾ ഗുരുവായൂർ ക്ഷേത്രാങ്കണത്തിന് ഉള്ളിലെന്നല്ല എല്ലാ ദിക്കിലും കാണുന്നതെല്ലാം ചതുർബാഹു സ്വരൂപങ്ങളാണ്. അവിടെ പറന്നു നടക്കുന്ന പറവകൾ, അതുപോലെ എറുമ്പുകൾ, ചെറിയ 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 ജീവജാലങ്ങൾ, മനുഷ്യര് എന്ന് വേണ്ട സകലതും ചതുർഭുജസ്വരൂപമായ ഭഗവാന്റെ ദിവ്യസ്വരൂപമായിട്ട് കണ്ടു എന്നാണ്. തൊട്ടു നോക്കിയ ആൾക്ക് കൂടുതൽ കാണാനുള്ള കരുത്ത് കണ്ണിനും കരളിനും ഇല്ലാത്തത് കൊണ്ട് വേഗം കൈയെടുത്തു. അങ്ങനെയാണല്ലോ നമ്മളൊക്കെ ഇലക്ട്രിസിറ്റി ചിലപ്പോൾ തൊട്ടാൽ ഷോക്കടിക്കുമ്പോൾ വേഗം എടുക്കും. ഇതുപോലെ ഭഗവാന്റെ കാരുണ്യത്തിൻ്റെ ചൈതന്യ പ്രവാഹം അനുഭവിച്ചപ്പോൾ അത്ഭുതപ്പെട്ടും കൊണ്ട് കൈയെടുത്ത് വീണ് നമസ്കരിച്ചു എന്നൊരു കഥ ഗുരുവായൂർ ഏകാദശിയുടെ മാഹാത്മ്യങ്ങളിൽ പറയപ്പെടേണ്ട സുപ്രധാനമായ ഒന്നാണ്. അതുപോലെ ശ്രീശങ്കരാചാര്യര് ഗുരുവായൂരിൽ വന്നു ചേർന്ന് അവിടുത്തെ ആരാധനാ സമ്പ്രദായം നിശ്ചയിച്ച ദിവസം, അർജുനന് ഗീതോപദേശം നൽകിയ ദിവസം, ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ നമുക്ക് പറയാം. പക്ഷേ നമ്മളുടെയൊക്കെ ഉള്ളുകളെ ഇപ്പോഴും കുളിരണിയിപ്പിക്കുന്ന ഒന്നാണ്
ഗുരുവായൂർ കേശവൻ എന്നുള്ള ആ ഭഗവാന്റെ ദിവ്യത്തിടമ്പ് ശിരോരത്നമായി ആ നീലരത്നത്തെ ശിരസിൽ വഹിക്കാൻ സാധിച്ച ശാന്തനായ ഭക്തനായ ആധുനിക കാലഘട്ടത്തെ ഗജേന്ദ്രൻ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ആ ജീവൻ ഭഗവാങ്കൽ വിലയം പ്രാപിച്ച ദിനം. അപ്പോൾ ന സ്ത്രീ ന ഷണ്ട ന പുമാൻ ന ജന്തു എന്നൊക്കെ ഗജേന്ദ്രൻ പറഞ്ഞ ഗജേന്ദ്രന സ്തുതികളിൽ തന്നെ ഭഗവാന് മനുഷ്യനെന്നോ മൃഗമെന്നോ ദേവനെന്നോ അസുരനെന്നോ പുഴുക്കളെന്നോ നല്ലവനെന്നോ ചീത്ത ആള് എന്നുള്ള വ്യത്യാസങ്ങളൊന്നുമില്ലാതെ അനുഗ്രഹിക്കുന്ന പുണ്യദിനം. അപ്പോൾ നമ്മളൊക്കെ ആധുനിക ഗജേന്ദ്രന്മാരാണ്, തലയെടുപ്പത്തിരി കൂടുതലുള്ളവരാണ്. എന്തായാലും കൊറോണ കാലം വന്നപ്പോൾ തലയെടുപ്പിനൊക്കെ ഇത്തിരി ശമനം വന്നു. എന്തായാലും തലയെടുപ്പ് ആവാം, പക്ഷെ ആ തലയിൽ ഭഗവാന്റെ ദിവ്യമായ തിടമ്പിനെ വയ്ക്കാൻ നമുക്ക് സാധിക്കണം. പിന്നെ അടുത്ത കാലത്ത് മൺമറഞ്ഞ് ഭഗവാനിൽ വിലയം പ്രാപിച്ച വെങ്കലനാഥത്തിൻ്റെ ഉടമയായ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുന്നതുകൊണ്ട്, ഭഗവാന്റെ കീർത്തനങ്ങൾ ചൊല്ലുന്നതുകൊണ്ട് അദ്ദേഹത്തിനെ ഭാഗവതർ എന്ന് വിളിച്ചു. ഭാഗവതം വായിക്കുന്നവർ മാത്രമല്ല ഭാഗവതന്മാർ, ഭഗവാന്റെ നാമവും കീർത്തനവും ചൊല്ലുന്നവരെല്ലാവരും ഭാഗവതന്മാരാണ്. അദ്ദേഹമാണല്ലോ ഗുരുവായൂരപ്പില് സംഗീതോത്സവം എന്നുള്ള രീതിയിൽ ആരംഭിച്ചത്. അവിടെയും ഭഗവാൻ ഒരു കാരുണ്യം കാണിച്ചു. ഗുരുവായൂരപ്പൻ്റെ സംഗീതോത്സവം എന്നല്ല, ശ്രീ ഗുരുവായൂരപ്പൻ്റെ സംഗീതോത്സവം എന്ന് നാമകരണം ചെയ്യാമായിരുന്നു. അതങ്ങനെ ചെയ്യാതെ ചെമ്പൈ സംഗീതോത്സവം എന്നുള്ള പേരിൽ ആക്കി മാറ്റി ഭഗവാൻ. ഭക്താനാം മാനവർദ്ധന, തന്നെ ആശ്രയിച്ച ഭക്തന്മാരുടെ മാനം എങ്ങനെയൊക്കെ വർദ്ധിപ്പിച്ചാലും മതിയാവുന്നില്ല ശ്രീ ഗുരുവായൂരപ്പന്. ആ ശ്രീ ഗുരുവായൂരപ്പൻ യാതൊരു ഉപചാരങ്ങളുമില്ലാതെ പുറത്തിറങ്ങി ദിവ്യലീലകളാടുന്ന പുണ്യദിനം. ശ്രീ ഗുരുവായൂരപ്പന് ശ്രീരാഗത്തിന് പുറത്തിറങ്ങി ശിവേലിക്ക് വരുന്നതിന് ചില നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്നാൽ ഇന്ന് ആ നിയമങ്ങളൊന്നും അവിടുന്ന് അവിടത്തേക്ക് ബാധകല്ല എന്നാണ് പറയുന്നത്. അങ്ങനെയും ഒരു സുദിനമാണത്രേ ശ്രീ ഗുരുവായൂരിൽ. അപ്പോൾ നമുക്ക് മനസ്സുകൊണ്ട്, ഹൃദയം കൊണ്ട്, നമ്മളുടെ വിചാരങ്ങളെ കൊണ്ട്, നമ്മളുടെ വികാരം ഇതാണല്ലോ മനുഷ്യനുള്ളത്. ഇത് രണ്ടും ഭഗവാനെക്കുറിച്ചാകട്ടെ എന്ന് സ്മരിച്ചും കൊണ്ട്, ഇത് കണ്ടും കൊണ്ട് കേട്ടും കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, ഇന്ന് യജ്ഞവേദിയിൽ വന്നു ചേർന്ന എല്ലാവർക്കും, അതുപോലെ മൺമറഞ്ഞുപോയവർക്കും ഗുരുപരമ്പരകൾക്കും എല്ലാവർക്കും പ്രണാമം അർപ്പിച്ചും കൊണ്ട് നമുക്ക് ശ്രീമദ് ഭാഗവതത്തിലെ 12-ാമത്തെ അധ്യായം വായിക്കാം. എല്ലാവരും ഹൃദ്യമായി കേട്ടിരുന്ന് ആസ്വദിക്കുക. അറിയാവുന്നവർ എവിടെയാണോ അവിടെ ഇരുന്നും കൊണ്ട് തന്നെ അത് ഏറ്റുചൊല്ലുക. മനസ്സുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഈ മിത്രാനന്ദപുരത്തപ്പൻ്റെ, ശ്രീ ഗുരുവായൂരപ്പൻ്റെ പുതിയ സന്നിധിയിൽ വന്ന് നിർവൃതി കൊള്ളുക. നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നും കൊണ്ട് ഏകാദശി ആശംസ. ഇന്നിപ്പോൾ അങ്ങനെയാണല്ലോ, എന്തിന് ആശംസയാണ്. ആശംസകൾ നമുക്ക് നാട് ഓടുമ്പോൾ നടുവോടുക എന്നുള്ള സമ്പ്രദായം ഉള്ളത് കൊണ്ട് നമുക്കും ആ ഒരു വാക്ക് എടുത്ത് എല്ലാവർക്കും ആശംസകൾ, ശ്രീ ഗുരുവായൂരപ്പൻ്റെ ആശംസകൾ, ഭാഗവതത്തിൻ്റെ ആശംസകൾ സമർപ്പിച്ചും കൊണ്ട് ഈ പുണ്യമായ ദാമോദര മാസത്തിൽ തന്നെ നമുക്ക് വീണ്ടും ഒരു ഭാഗവതം സമർപ്പിക്കാൻ ഉള്ളൊരവസരം തന്നിരിക്കുകയാണ്. ഒരു 2-3 ആഴ്ച മുമ്പ് വേറൊരു വേദിയിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഭഗവാൻ ഈ ഒരു വേദി തന്നിരിക്കുന്നു. ഇനി നാളെ ഏത് വേദിയാണ് ഭഗവാൻ നമുക്കൊക്കെ അണിയിച്ചൊരുക്കുന്നത് എന്നറിയില്ല. എന്തായാലും എല്ലാവരെയും കളിപ്പിക്കുന്ന ഭഗവാന് അറിയാം എവിടെ എന്ത് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത്. എന്തായാലും നമുക്ക് എല്ലാവർക്കും, നിങ്ങളെവിടെയാണെങ്കിലും, ചാരത്താണെങ്കിലും ദൂരത്താണെങ്കിലും വിരോധമില്ല. ഭഗവാൻ നിങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നു.
ഭഗവാന്റെ സുസ്മേരമായ വദനം ധ്യാനിക്കുക, അനുഗ്രഹീതരാവുക. ഭാഗവതത്തിലെ ഈ അധ്യായം മുഴുവൻ 12 സ്കന്ധങ്ങളിൽ കൂടെ 335 അധ്യായങ്ങളിൽ കൂടെ 10 ലക്ഷണങ്ങളിൽ കൂടെ 18,000 ശ്ലോകസഹസ്രങ്ങളിൽ കൂടെ പരന്നു കിടക്കുന്ന ശ്രീമദ് ഭാഗവതത്തിൻ്റെ ആ ആസ്വാദ്യന തലത്തിലേക്ക് നമുക്ക് എത്താം. പാരായണം ചെയ്യാൻ പോകുന്നു. നിങ്ങൾക്ക് ഒരിക്കൽ കൂടെ ഭഗവത് അനുഗ്രഹമുണ്ടാകട്ടെ. നമ്മുടെ ഓരോ ഭവനങ്ങളും ഭഗവാന്റെ കൂത്തമ്പലങ്ങളായി മാറട്ടെ. ഗുരുഭവനപുരേശന്റെ ദിവ്യമായ സന്നിധാനമായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പുണ്യഭൂമി യാഗഭൂമിയിൽ ഇരുന്നും കൊണ്ട് സമർപ്പിക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സൂത ഉവാച നമോ ധർമായ മഹതേ നമഃ കൃഷ്ണായ വേധസേ ബ്രാഹ്മണേഭ്യോ നമസ്കൃത്യ ധർമാൻ വക്ഷ്യേ സനാതനാൻ ഏതദ്വകഥിതം വിപ്ര വിഷ്ണോശ്ചരിതമദ്ഭുതം ഭവദ്ഭിർയദഹം ഭ്രഷ്ടോ നരാണാം പുരുഷോചിതം അത്ര സങ്കീർത്തിതഃ സാക്ഷാൽ സർവപാപഹരോ ഹരി നാരായണോ ഋഷികേശ ഭഗവാൻ സാത്വതാംബതി അത്ര ബ്രഹ്മപരം ഗുഹ്യം ജഗതഃ പ്രഭവാപ്യയം ജ്ഞാനം ച തദുപാഖ്യാനം നാരം വിജ്ഞാനമേയുതം ഭക്തിയോഗഃ സമാഖ്യാതോ വൈരാഗ്യം ച തദാശ്രയം പാരീക്ഷിതമുപാഖ്യാനം നാരദാഖ്യാനമേവ ച പ്രായോപവേശോ രാജർഷേ വിപ്രശാപാൻ പരീക്ഷിത ശുഗസ്യ ബ്രഹ്മർഷഭസ്യ സംവാദശ്ച പരീക്ഷിത യോഗധാരണയോൽക്രാന്തി സംവാദോ നാരദാജയോ അവതാരാനുഗീതം ച സർഗപ്രാധാനികോഗ്രത വിദുരോദ്ധവ സംവാദ ക്ഷത്രമൈത്രേയയോസ്തദാ പുരാണ സംഹിതാ പ്രശ്നോ മഹാപുരുഷ സംസ്ഥിതി തദ പ്രാകൃതികർസർഗ സപ്തവൈകതികാശ്ചയേ തതോ ബ്രഹ്മാണ്ഡ സംഭൂതി വൈരാജപുരുഷോ യഥാ കാലസ്യ സ്ഥൂലസൂക്ഷ്മസ്യ ഗതി പത്മസമുദ്ഭവ ഭുവ ഉദ്ധരണേംബോധേ ഹിരണ്യാക്ഷവധോ യഥാ ഊർധ്വദിവ്യഗവാത്സർഗോ രുദ്രസർഗസ്തഥൈവ ച അർദ്ധനാരീ നരസ്യാഥ യതസ്വായംഭുവോ മനു ശതരൂപാചയാ സ്ത്രീണാം ആദ്യാ പ്രഗതിരുത്തമ സന്താനോ ധർമ്മപത്നീനാം കർദമസ്യ പ്രജാപതേ അവതാരോ ഭഗവത കപിലസ്യ മഹാത്മന ദേവഹൂത്യാശ്ച സംവാദ കപിലേന ച ധീമത നവബ്രഹ്മസമുൽപത്തി ദക്ഷയജ്ഞവിനാശനം ധ്രുവസ്യ ചരിതം പശ്ചാൽ രഥോ പ്രാചീനബർഹിഷാം നാരദസ്യ ച സംവാദ തതഃ പ്രയവ്രതം ദ്വിജാഃ നാഭേസ്തതോനുചരിതം ഋഷഭസ്യ ഭരതസ്യ ച ദീപവർഷസമുദ്രാണാം വർണ്ണനം ജ്യോതിശ്ചക്രസ്യ സംസ്ഥാനം പാതാളനരകസ്യ ച ദക്ഷജന്മ പ്രജേതോഭ്യ തൽപുത്രാണാം ച സന്തതി യതോ ദേവാസുരനരാഃ സ്ഥിര്യം നഖഖഗാദയാ ത്വാഷ്ടസ്യ ജന്മനിധയം പുത്രയോശ്ച ദ്വിതേർദ്വിജാഃ ദൈത്യേശ്വരസ്യ ചരിതം പ്രഹ്ലാദസ്യ മഹാത്മനാം മന്വന്തരാനുകഥനം ഗജേന്ദ്രസ്യ വിമോക്ഷണം മന്വന്തരാവതാരാശ്ച വിഷ്ണോർഹയശിരാദയാ കൗർമം ധാന്വന്തരം മാത്സ്യം വാമനം ച ജഗത്പദേ ക്ഷീരോദമഥനം തദ്വൽ അമൃതാർത്ഥേ ദിവൗകസാം ദേവാസുരമഹായുദ്ധം രാജവംശാനുകീർത്തനം ഇക്ഷ്വാകുജന്മതത്വംശ സുദ്യുമ്നസ്യ മഹാത്മന ഇളോപാഖ്യാനമത്രോക്തം താരോപാഖ്യാനമേവ ച സൂര്യവംശാനുകഥനം ശശാദാദ്യാ നൃഗാദയാ സൗഗന്യം ചാധശര്യാദേ കകുസ്തസ്യ ച ധീമത ഖട്വാംഗസ്യ ച മാന്ധാതു സൗഭരേ സകരസ്യ ച രാമസ്യ കോസലേന്ദ്രസ്യ ചരിതം കിൽബിഷാവഹം നിമേരംഗപരിത്യാഗ ജനകാനാം ച സംഭവ
രാമസ്യ ഭാർഗവേന്ദ്രസ്യ നിക്ഷത്രകരണം ഭുവ ഐളസ്യ സോമവംശസ്യ യയാദേർനഹുഷസ്യ ച ദൗഷന്തേർഭരതസ്യാപി ശന്തനോസ്തൽസുതസ്യ ച യാദേർജ്യേഷ്ഠപുത്രസ്യ വംശോനുകീർത്തിത യത്രാവതീർണോ ഭഗവാൻ കൃഷ്ണാഖ്യോ ജഗദീശ്വര വസുദേവ ഗൃഹേ ജന്മ തതോ വൃദ്ധിശ്ച ഗോകുലേ തസ്യ കർമാണ്യപാരാണി കീർത്തിതാന്യസുരദ്വിഷ പൂതനാസുഭയപാനം ശകടോച്ചാടനം ശിശോഃ തൃണാവർത്തസ്യ നിഷ്പേഷ തഥൈവ ഭഗവത്സയോഃ ധേനുകസ്യ സഹഭ്രാതു പ്രലംബസ്യ ച സംശയ ഗോപാനാം ച പരിത്രാണം ദാവാഗ്നേ പരിസർപ്പദ ദമനം കാളിയസ്യാഹേർ മഹാഹേർനന്ദമോക്ഷണം വ്രതചര്യാതു കന്യാനാം യത്ര തുഷ്ടോച്യുതോ വ്രതൈഃ പ്രസാദോ യജ്ഞപത്നീഭ്യോ വിപ്രാണാം അനുതാപനം ഗോവർദ്ധനോദ്ധാരണം ച ശക്രസ്യ സുരഭേ തഥാ യജ്ഞാഭിഷേകം കൃഷ്ണസ്യ സ്ത്രീഭിः ക്രീഡാ ച രാത്രിഷു ശംഖചൂഡസ്യ ദുർബുദ്ധേ വധോരിഷ്ടസ്യ കേശിന അക്രൂരാഗമനം പശ്ചാത് പ്രസ്ഥാനം രാമകൃഷ്ണയോः വ്രജസ്ത്രീണാം ഇതാവശ്ച മധുരാലോകനം തഥാ ഗജമുഷ്ടികചാണൂരകംസാദീനാം ച യോ വധാ മൃഗസ്യാനയനം സൂനോ പുനഃ സാന്ദീവനേർഗുരോः മധുരായാം നിവസത യദുചക്രസ്യ യത്പ്രിയം കൃതമുദ്ധവ രാമാഭ്യാം യുധേന ഹരിണാദ്വിജാഃ ജരാസന്ധസമാനീത സൈന്യസ്യ ബഹുശോ വധാ ഘാതനം യവനേന്ദ്രസ്യ കുശസ്ഥല്യാനിവേശനം ആദാനം പാരിജാതസ്യ സുധർമായാ സുരാലയാൻ രുക്മിണ്യാ ഹരണം യുദ്ധേ പ്രമഥ്യദ്വിഷദോ ഹരേ ഹരസ്യ ജൃംഭണം യുദ്ധേ ബാണസ്യ ഭുജഗൃന്ദനം പ്രാഗ്ജ്യോതിഷപതിം ഹത്വാ കന്യാനാം ഹരണം ചയൽ ചൈദ്യപൗണ്ഡ്രകസാല്വാനാം ദന്തവക്ത്രസ്യ ദുർമദേ ശംബരോ ദ്വിവിധപീഠോ മുരപഞ്ചജനാദയ മാഹാത്മ്യം ച വധസ്തേഷാം വാരാണസ്യാശ്ച ദാഹനം ഭാരാവതരണം ഭൂമിർ നിവൃത്തീകൃത്യ പാണ്ഡവാൻ വിപ്രശാപാവദേശേന സംഹാരസ്വകുലസ്യ ച ഉദ്ധവസ്യ ച സംവാദോ വാസുദേവസ്യ ചാദ്ഭുത യത്രാത്മവിദ്യാ ഖഗില പ്രോക്താ ധർമ്മവിനിർണയ തതോ മർത്യപരിത്യാഗ ആത്മയോഗാനുഭാവത യുഗലക്ഷണവൃത്തിശ്ച കലോ നൃണാ ഉപപ്ലവ ചതുർവിധശ്ച പ്രളയ ഉൽപത്രിസ്ത്രിവിധാ തഥാ ദേഹത്യാഗശ്ച രാജർഷേർ വിഷ്ണുരാധസ്യ ധീമത ശാഖാപ്രണയനമൃഷേർ മാർക്കണ്ഡേയസ്യ സൽക്കഥ മഹാപുരുഷവിന്യാസ സൂര്യസ്യ ജഗദാത്മന ഇതി ചോക്തം ദ്വിജശ്രേഷ്ഠ യൽപൃഷ്ടോഹമിഹാസ്മി വാ ലീലാവതാരകർമാണി കീർത്തിതാനീഹ സർവശാ പതിതസ്ഖലിതശ്ചാർത്ത വിവശോ ക്ഷിത്വാ വാ വിവശോ ബ്രുവൻ ഹരേ നമഃ നമഃ ഇത്യുച്ചേർമുച്യതേ സർവപാദകാൽ. എല്ലാവരും ഉറക്കെ ഹരേ നമ എന്നുള്ളത് ചൊല്ലുക. പതിതസ്ഖലിതശ്ചാർത്ത ക്ഷുത്വാ വാ വിവശോ ബ്രുവൻ ഹരേ നമഃ ഇത്യുച്ചേർമുച്യതേ സർവപാദകാൽ. പതിതസ്ഖലിതശ്ചാർത്ത ക്ഷുത്വാ വാ വിവശോ ബ്രുവൻ ഹരയേ നമഃ ഇത്യുച്ചേർമുച്യതേ സർവപാദകാൽ. സങ്കീർത്യമാനോ ഭഗവാനനന്ദ ശ്രുതാനുഭാവോ വ്യസനം ഹി പുംസാം പ്രവിശ്യ ചിത്തം വിധനോത്യശേഷം യഥാതമോർക്കോ ഭ്രമിവാദവാദ മൃഷാഗിരസ്താഹ്യ സതീരസൽക്കഥ ന കഥ്യതേ യദ്ഭഗവാനധോക്ഷജ തദേവ സത്യം തദുഹൈവ മംഗളം തദേവ പുണ്യം ഭഗവദ്ഗുണോദയം തദേവ രമ്യം രുചിരം നവം നവം
തദേവ ശശ്വന്മനസോ മഹോത്സവം തദേവ ശോകാർണവശോഷണം നൃണാം യദുത്തമശ്ലോകയശോനുഗീയതേ ന തദ്വജശ്ചിത്രപദം ഹരിർയശോ ജഗൽപവിത്രം പ്രകൃണീതകർഹിജിൽ തദ്വാംശതീർത്ഥം നദു ഹംസസേവിതം യത്രാച്യുതസ്തത്ര ഹി സാധവോ മലാഹ സ വാഗ്വിസർഗോ ജനതാഘസംപ്ലവോ യസ്മിൻ പ്രതിശ്ലോകമബദ്ധവത്യപി നാമാന്യനന്ദസ്യ യശോംഗിതാനിയൽ ശൃണ്വന്തി ഗായന്തി ഗൃണന്തി സാധവ നൈഷ്കർമ്മ്യമപ്യച്യുതഭാവവർജിതം ന ശോഭതേ ജ്ഞാനമലം നിരഞ്ജനം കുതഃ പുനഃ ശശ്വതഭദ്രമീശ്വരേ ന ഹ്യർപ്പിതം കർമ്മ യദപ്യനുത്തമം യശശ്രിയാമേവ പരിശ്രമഃ പരോ വർണ്ണാശമാചാരതപശ്രുതാദിഷു അവിസ്മൃതി ശ്രീധരപാദപത്മയോർ ഗുണാനുവാദശ്രവണാദിവർഹരി അവിസ്മൃതി കൃഷ്ണപദാരവിന്ദയോ ക്ഷണോത്യഭദ്രാണി ശമം തനോതി ച സത്വസ്യ ശുദ്ധിം പരമാത്മഭക്തിം ജ്ഞാനം ച വിജ്ഞാനവിരാഗയുക്തം യൂയം ദ്വിജാഗ്രാപദ ഭൂരിഭാഗാ യച്ഛശ്വതാത്മന്നഖിലാത്മഭൂതം നാരായണം ദേവമദേവമീശമജസ്രഭാവ ഭജതാ വിവശ്യ അഹം ച സസ്മാരിതം ആത്മതത്വം ശ്രുതം പുരാമേ പരമർഷിവക്ത്രാൽ പ്രായോപവേശേ നൃപതേ പരീക്ഷിത സദസ്തൃഷീണാം മഹതാം ച ശൃണ്വതാം ഏതദ്വക്കഥിതം വിപ്ര കഥനീയോരു കർമ്മണ മാഹാത്മ്യം വാസുദേവസ്യ സർവാശുഭവിനാശനം യ ഏവം ശാവയേൻ നിത്യം യാമക്ഷണമനന്യധീഃ ശ്രദ്ധാവാൻ യോ അനുശൃണുയാൽ പുനാത്യാത്മാനമേവ സാ ദ്വാദശ്യാം ഏകാദശ്യാം വാ ശൃണ്വന്നായുഷ്യവാൻ ഭവേത് പഠത്യനശ്നൻ പ്രയതസ്തതോ ഭവത്യപാദകീ പുഷ്കരേ മധുരായാം ച ദ്വാരവത്യാം യദാത്മവാൻ ഉപോഷ്യ സംഹിതാമേതാം പഠിത്വാ മുച്യതേ ഭയാൻ ദേവതാ മുനയഃ സിദ്ധാ പിതരോ മനവോ നൃപാഃ യച്ഛന്തി കാമാൻ ഗൃണത ശൃണ്വതോ യസ്യ കീർത്തനാൻ ഋജോ യജൂംഷി സാമാനി ദ്വിജോധീത്യാനുവിന്ദതേ മധുകുല്യാ ഘൃതകുല്യാഃ പയകുല്യാശ്ച തദ്ഫലം പുരാണസംഹിതാമേതാം അധീത്യ പ്രയതോ ദ്വിജ പ്രോക്തം ഭഗവതായത്തു തൽപദം പരമം വ്രജേൽ വിപ്രോധിത്യാപ്നുയാൽ പ്രജ്ഞാം രാജന്യോ ദധിമേഖലാം വൈശ്യോ നിധിപതിത്വം ച ശൂദ്രശുദ്ധേതപാദകാൽ കലിമനസംഹതി കാലനോഖിലേശോ ഹരിരിതരത്ര നഗീയദേഹഭീക്ഷ്ണം ഇഹ തു പുനർഭഗവാനശേഷമൂർത്തി പരിപഠിതോനുപദം കഥാപ്രസംഗൈഃ തമഹമജമനന്തമാത്മതത്വം ജഗദുദയസ്ഥിതി സംയമാത്മശക്തിം ദ്യുപതിഭിരജശക്രശങ്കരാദ്യൈർ ദുരവസിതസ്തവമച്യുതം നതോസ്മി ഉപചിത നവശക്തിഭിസ്വ ആത്മന്യുപരചിതസ്ഥിരജംഗമാലയായ ഭഗവത ഉപലബ്ധിമാത്രധാംനേ സുരഋഷഭായ നമഃ സനാതനായ സ്വസുഖനൃതചേതാസ്തദ്യുതസ്താന്യഭാവോऽപ്യജിതരുചിരലീലാകൃഷ്ടസാരസ്തദീയം വ്യതനുദകൃപയായസ്തത്വദീപം പുരാണം തമഖിലവൃജനഘ്നം വ്യാസസൂനും നതോസ്മി തമഖിലവൃജിനഘ്നം വ്യാസസൂനും നതോസ്മി. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരവംസ്യാം സംഹിതായാം ദ്വാദശസ്കന്ധേ ദ്വാദശസ്കന്ധാർത്ഥനിരൂപണം നാമ ദ്വാദശോധ്യായ.
സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സമർപ്പണ അധ്യായം, ഭാഗവതത്തിലെ അവസാനത്തെ അധ്യായം നമ്മൾ പാരായണം ചെയ്തു. സൂത ഉവാച യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുത സ്തുന്വന്തി ദിവ്യൈസ്തവൈർവേദൈ സാംഗപദക്രമോപനിഷദൈർ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃസുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. പൃഷ്ടേ ഭ്രാമ്യതമന്ദമന്ദരഗ്രിഗ്രാവാഗ്രകണ്ഡൂയനാൻ നിദ്രാലോ കമഠാകൃതേർ ഭഗവത ശ്വാസാനിലാപാന്തുവ. യൽ സംസ്കാരകലാനുവർത്തനവശാൻ വേലാനിഭേനാംബസാം യാദായാതമതന്ത്രിതം ജലനിധേ നാദ്യാവേ വിശ്രാമ്യതി. പുരാണസംഖ്യാസംഭൂതി അസ്യ വാച്യ പ്രയോജനെ ദാനം ദാനസ്യ മാഹാത്മ്യം പാഠാദേശ്ച നിബോധത. ബ്രാഹ്മം ദശസഹസ്രാണി പാത്മം പഞ്ചോനഷഷ്ടി ച ശ്രീവൈഷ്ണവം ത്രയോവിംശൽ ചതുർവിംശതിശൈവകം ദശാഷ്ടൗ ശ്രീഭാഗവതം നാരദം പഞ്ചവിംശതി മാർക്കണ്ഡം നവ വാഹ്നം ച ദശപഞ്ച ചതുശതം ചതുർദശ ഭവിഷ്യന്ത്യാൽ തഥാ പഞ്ചശതാനി ച ദശാഷ്ടോ ബ്രഹ്മവൈവർത്തം ലിംഗമേകാദിശൈവതു ചതുർവിംശതി വാരാഹം ഏകാശീതി സഹസ്രകം സ്കാന്ദം ശതം തഥാ ചൈകം വാമനം ദശകീർത്തിതം കൗർമ്മം സപ്തദശാഖ്യാതം മാസ്യം തത്തു ചതുർദശ ഏകോനവിംശൽ സൗവർണം ബ്രഹ്മാണ്ഡം ദ്വാദശൈവതു. ഏവം പുരാണസന്തോഹ ചതുർലക്ഷ ഉദാഹൃത തത്ര അഷ്ടാദശസാഹസ്രം ശ്രീ ഭാഗവതമിഷ്യത്തെ. ഇദം ഭഗവതാ പൂർവം ബ്രഹ്മണേനാഭിപങ്കജേ സ്ഥിതായ ഭവഭീതായ കാരുണ്യാൽ സംപ്രകാശിതം. ആദിമധ്യാവസാനേഷു വൈരാഗ്യാഖ്യാന സംയുതം ഹരിലീലാ കഥാമൃതാമൃതാനന്ദിത സൽസുരം സർവവേദാന്തസാരം യൽ ബ്രഹ്മാത്മൈകത്വമലക്ഷണം വസ്ത്വദ്വിതീയം തന്നിഷ്ഠം കൈവല്യൈക പ്രയോജനം. പ്രൗഷ്ടപദ്യാം പൗർണമാസ്യാം ഹേമസിംഹസമന്വിതം ദദാദിയോ ഭാഗവതം സയാതി പരമാം ഗതിം. രാജന്തേ താവതന്യാനി പുരാണാനി സദാംഗണേ യാവന്ന ദൃശ്യതേ സാക്ഷാൽ ശ്രീമദ്ഭാഗവതം പരം. സർവവേദാന്തസാരം ഹി ശ്രീഭാഗവതമിഷ്യതേ തദ്രസാമൃതതൃപ്തസ്യാനാന്യത്ര സ്യാൽഹൃദി ക്വചിൽ. നിമ്നഗാനാം യഥാ ഗംഗാ ദേവാനാമച്യുതോ യഥാ വൈഷ്ണവാനാം യഥാ ശംഭു വൈഷ്ണവാനാം യഥാ ശംഭു പുരാണാനാമിദം തഥാ ക്ഷേത്രാണാം ചൈവ സർവേഷാം യഥാ കാശീഹനുത്തമാ തഥാ പുരാണവ്രാതാനാം ശ്രീമദ് ഭാഗവതം ദ്വിജാഃ. ശ്രീമദ്ഭാഗവതം പുരാണമമലം യത് വൈഷ്ണവാനാം പ്രിയം യസ്മിൻ പാരമഹംസ്യമേകമമലം ജ്ഞാനം പരം ഗീയതേ
തത്ര ജ്ഞാന വിരാഗ ഭക്തി സഹിതം നൈഷ്കർമ്യമാവിഷ്കൃതം തക്ഷണ്വൻ വിപഠൻ വിചാരണപരോ ഭക്തിയാ വിമുച്യേന്നര കസ്മൈ യേന വിഭാസിതോയമതുലോ ജ്ഞാനപ്രദീപപുര തദ്രൂപേണ ച നാരദായ മുനയേ കൃഷ്ണായ തദ്രൂപിണ യോഗീന്ദ്രായ തദാത്മനാഥ ഭഗവദ്രാധായ കാരുണ്യത തച്ഛുദ്ധം വിമലം വിശോദമൃതം സത്യം പരം ധീമഹി സത്യം പരം ധീമഹി. നമസ്തസ്മൈ ഭഗവതേ വാസുദേവായ സാക്ഷിണേ യഇദം കൃപയാകസ്മൈ വ്യാചചക്ഷേ മുമുക്ഷവേ. യോഗീന്ദ്രായ നമസ്തസ്മൈ ശുകായ ബ്രഹ്മരൂപിണേ സംസാരസർപ്പദഷ്ടം യോ വിഷ്ണുരാധമമോചൻ ഭവേ ഭവേ യഥാ ഭക്തി പാദയോസ്തവ ജായതേ തഥാ കുരുഷ്വ ദേവേശ നാഥസ്ത്വം നോ യഥ പ്രഭോ നാമ സങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം തം നമാമി ഹരിം പരം. നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം വരം തം നമാമി ഹരിം തം നമാമി തം നമാമി ഹരിം പരം ഹരിം പരം തം നമാമി ഹരിം പരം. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ യാസഖ്യാമഷ്ടാദശസഹസ്രം വാരവംസ്യം സംഹിതായാം ദ്വാദശസ്കന്ധേ ത്രയോദശോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അവതാര ശ്ലോകങ്ങൾ ചൊല്ലി നാം ഇന്നലെ പ്രദക്ഷിണം വെച്ചതുപോലെ തന്നെ ശ്രീ മിത്രാനന്ദപുരത്തപ്പൻ്റെ ദിവ്യമായ ആ ശ്രീകോവിലിന് ചുറ്റും പ്രദക്ഷിണം വെച്ച് പുറത്ത് കടന്ന് വീണ്ടും ഒരു പ്രദക്ഷിണം വെച്ച് വീണ്ടും അകത്തേക്ക് പ്രവേശിച്ച് സമർപ്പിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇതിൻ്റെ കൂടെ തന്നെ ഭഗവാനെ അവരവരുടെ ഇരിപ്പിടങ്ങളിൽ ഇരുന്ന് തന്നെ പ്രദക്ഷിണം വയ്ക്കാം. അങ്ങനൊരു സൗഭാഗ്യം ഭഗവാന്റെ കൃപയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം. എല്ലാവരും വരിയായി നിന്ന് അകലത്തിൽ നിന്ന് പ്രദക്ഷിണം വയ്ക്കുക. ഗോവിന്ദനാമ സങ്കീർത്തനം. അഥ സർവഗുണോപേദ കാലപരമശോഭന യരിഹേ വാജനജന്മക്ഷം ശാന്ത്രക്ഷഗ്രഹധാരകം ദിശപ്രസേതുർഗഗനം നിർമ്മലോടുഗണോദയം മഹീമംഗളഭൂയിഷ്ട
പുരഗ്രാമൗരജാകര നിത്യപ്രസന്ന സലില ഹൃദാജലരുഹശ്രിയ ദ്വിജാളികുലസംനാദ സ്തുവായ വവൂവായുസുഖസ്പർശ പുണ്യഗന്ധവഹശ്രുജ അഗ്നയശ്ച ദ്വിജാദിത്രാം ശാസൻ പ്രസന്നാനി സാധൂനാമസുരാം ഇന്ദുഭയോ ദിവി ജഗോക്കിന്നരഗന്ധർവ തുഷ്ടുഭസിദ്ധചാരണാഃ വിദ്യാധര്യശ്ച നദൃതോ സരോഭിഃ സമം തദാ മുമുചുർമുനയോ ദേവാ സുമനാംസി മുദാന്വിതാ മന്ദം മന്ദം ജലധരാ ജഗർജുരനുസാഗരം നിശീഥേതമൗദ്ഭൂതേ ജായമാനേ ജനാർദ്ദനേ ദേവക്യാം ദേവരൂപിണ്യാം വിഷ്ണു സർവഗുഹാശയാ ആവിരാസീൽ യഥാ പ്രാച്യാം ദിശീന്ദുർവപുഷ്കലാ സർവത്ര ഗോവിന്ദാലകമംബുജേക്ഷണം ചതുർഭുജം ശംഖഗദാരുദായുധം ശ്രീവത്സലക്ഷ്മം ഗളശോഭികൗസ്തുഭം പീതാംബരം സാന്ദ്രവയോധസൗഭഗം മഹാർഹവൈഡൂര്യകിരീടകുണ്ടല തുഷാപരിഷ്വക്തസഹസ്രകുന്തളം ഉദ്ദാമകാഞ്ജംഗദഗംഗനാദിഭി വിരോചമാനം വസുദേവ ഐക്ഷതാ ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ മിന്നും പൊന്നിൻ കിരീടം തരിവളകടകം കാഞ്ചിപൂഞ്ചേലമാല ധന്യശ്രീവത്സസൽ കൗസ്തുഭമിടകലരും ചാരുദോരന്തരാളം ശംഖം ചക്രം ഗദാപങ്കജമിതി വിലസം നാലു തൃക്കൈകളോടും സങ്കീർണ ശ്യാമവർണം ഹരിവപുരമലംപൂരയേൻ മംഗളം വാ ഹരേ രാമ ഗോവിന്ദ ഗോവിന്ദ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ശ്യാമസുന്ദര മദന വൃന്ദാവന വിഹാരി ശ്യാമസുന്ദര മദന മോഹന വൃന്ദാവന വിഹാരി
ശ്യാമ സുന്ദര മദന മോഹന വൃന്ദാവന വിഹാരി ശ്യാമ സുന്ദര മദന മോഹന വൃന്ദാവന വിഹാരി ഗോവർദ്ധന ഗിരിധാരി വൃന്ദാവന വിഹാരി വൃന്ദാവന വിഹാരി ഗോവർദ്ധന ഗിരിധാരി വൃന്ദാവന വിഹാരി ഗോവർദ്ധന ഗിരിധാരി ശ്യാമ സുന്ദര മദന മോഹന വൃന്ദാവന വിഹാരി വൃന്ദാവന വിഹാരി ശ്യാമ സുന്ദര മദന മോഹന വൃന്ദാവന വിഹാരി ശ്യാമ സുന്ദര വൃന്ദാവന വിഹാരി വൃന്ദാവന വിഹാരി ഗോവർദ്ധന ഗിരിധാരി വൃന്ദാവന വിഹാരി വൃന്ദാവന വിഹാരി ഗോവർദ്ധന ഗിരിധാരി വൃന്ദാവന വിഹാരി വൃന്ദാവന വിഹാരി ഗോവർദ്ധന ഗിരിധാരി 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 ഗോവർദ്ധന ഗിരിധാരി ഗോവർദ്ധന ഗിരിധാരി ശ്യാമ സുന്ദര മദന മോഹന വൃന്ദാവന വിഹാരി വന വിഹാരി ശ്യാമ സുന്ദര മദന മോഹൻ വൃന്ദാവന വിഹാരി ശ്യാമ സുന്ദര മോഹന വൃന്ദാവന വിഹാരി വൃന്ദാവന വിഹാരി ഗോവർദ്ധന ഗിരിധാരി 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 വൃന്ദാവന വിഹാരി ഗോവർദ്ധന ഗിരിധാരി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഇന്ന് ലൈവിൽ ഇരിക്കുന്നവരുടെ ഒരു ശ്രദ്ധയ്ക്ക് ഇന്ന് വൈകുന്നേരം 6 മണിക്ക് ഹരേ കൃഷ്ണ ഹരേ രാമ ജപം 6 മണി മുതൽ 7 മണി വരെ നമ്മുടെ HSTL പേജിൽ ഉണ്ടായിരിക്കും. എല്ലാവരും പങ്കെടുക്കണം എന്ന് പ്രത്യേകമായിട്ട് താല്പര്യപ്പെടുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഭാഗവതം സമർപ്പിച്ചു. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഭഗവത്ഗീത മുഴുവൻ വായിക്കും. അത് കഴിയുമ്പോഴേക്കും നമുക്ക് നാമജപത്തിൻ്റെ സമയമാവും. ഇന്നത്തെ ഈ ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ചിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള നാമജപത്തിൽ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ എന്നുള്ള ആ കലിസന്ധരണ ഉപനിഷത്ത് എന്ന് അറിയപ്പെടുന്ന നാമസങ്കീർത്തനത്തിൽ എല്ലാവരും കുറച്ചു നേരം പങ്കെടുക്കണം എന്നും കൂടി ഈ സന്ദർഭത്തിൽ ഒരു അറിയിപ്പായിട്ട് എല്ലാവരുടെ മുമ്പിലും ധരിപ്പിക്കുന്നു. എല്ലാവരും പങ്കെടുക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ കൂടെ ഈ യജ്ഞം മിത്രാനന്ദരത്തപ്പൻ്റെ പാതാരബിന്ദത്തിൽ ഇനി ദീപാരാധനയോടുകൂടി സമർപ്പിക്കുകയാണ്. മറ്റേ വല്യച്ഛനെ വിളിക്കുന്ന കത്തിക്കാം. നമുക്ക് ഇങ്ങനൊരു അവസരം ഭഗവാൻ ഒരുക്കി തന്നു എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. എന്താണ് പറയേണ്ടത് ഈ സന്ദർഭത്തിൽ എന്നറിയില്ല. വളരെ യാദൃച്ഛികമായി വളരെ പെട്ടെന്ന് നടന്ന, ഒരുപക്ഷെ ഭഗവാൻ നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും ആ ഭഗവാന്റെ സങ്കല്പം നമ്മളിലേക്ക് വന്നു വീണത് വളരെ പെട്ടെന്നായിരുന്നു. എന്തായാലും ആ ഒരു യജ്ഞത്തിൽ നിങ്ങളെ ഏവരെയും പങ്കുകൊള്ളിപ്പിക്കാൻ, നല്ലത് എന്നുള്ളത് സ്വയം മാത്രം ഭുജിക്കാതെ നല്ലത് എന്തായാലും അതൊക്കെ പങ്കുവയ്ക്കുക എന്നുള്ള ഒരു ലോകമര്യാദയെ ഉൾക്കൊണ്ടും കൊണ്ട് ഇന്ന് നിങ്ങളെല്ലാവരെയും ഇതിൽ പങ്കെടുപ്പിക്കാൻ സാധിച്ചതിൽ വളരെ കൃതാർത്ഥതയുണ്ട്. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്ക് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇടയ്ക്ക് വരാൻ പറഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞു. ആ കർപ്പൂരം കത്തിച്ചിരുന്ന് ദീപാരാധന ചെയ്യുന്നതാണ് ഉദ്ദേശിച്ചത്.
അപ്പം നമ്മളിവിടെ ദീപാരാധന ചെയ്ത് സമർപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടെ ഇത് സംഘടിപ്പിച്ചു തന്ന നിങ്ങൾക്ക് ഏവർക്കും ഈ തിരുവനന്തപുരത്തപ്പൻ്റെ മേൽശാന്തിക്കും അതുപോലെ ഊരായ്മ കുടുംബ അംഗങ്ങൾക്കും എല്ലാവർക്കും ഇവിടെ ഇന്ന് എത്തിച്ചേർന്ന ഈ ചെറിയ സദസ്സിലുള്ള എല്ലാവർക്കും ഈ നാട്ടിനും ഈ നാടിലുള്ള സമസ്ത ചരാചരങ്ങൾക്കും എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് സമർപ്പിക്കുകയാണ് ദീപാരാധനയോടുകൂടി. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കർ ശരണം മേ തവ ചരണയുഗം കാളി മഹേശ്വരി പാർവതി ശങ്കർ ശരണം മേ തവ ചരണയുഗം നന്ദകുമാര നവനിത ചോര ശരണം മേ തവ ചരണയുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കർ ശരണം മേ തവ ചരണയുഗം സ്വാമി ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ രാധേശ്യാം 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 രാധേശ്യാം. എല്ലാവർക്കും വിനയപൂർവ്വം നമസ്കാരം. വൈകുന്നേരം വീണ്ടും നമുക്ക് ഒത്തുകൂടാം.